ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യലാണെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ് റീഡിങ് മാപ്പായിട്ടുള്ള റീഡ് ചെയ്യുന്ന ഭൂപടങ്ങൾ എങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് തന്നെ എന്താണ് ബ്രാഞ്ച് ഓഫ് സയൻസ്, അതായത് മാപ്പിൻ്റെ ബ്രാഞ്ച് ഓഫ് സയൻസിന് പറയുന്ന പേരാണ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതായത് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത് ആരാണ് ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കുന്നത്, മാപ്പൊക്കെ തയ്യാറാക്കുന്ന വ്യക്തിയുടെ പേരെന്താണ്? കാർട്ടോഗ്രാഫർ. വൺ വേർഡിനൊക്കെ ചോദിക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മാപ്പ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാപ്പ് ഉണ്ട്. ഏതാണ്? പൊളിറ്റിക്കൽ മാപ്പ്, മിലിറ്ററി മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പ്, അസ്ട്രോണമിക്കൽ മാപ്പ്, ലാൻഡ് യൂസ് മാപ്പ്, വെതർ മാപ്പ്, ഫിസിയോഗ്രാഫി മാപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ്. ഇവയുടെ പർപ്പസും യൂസസ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അപ്പുറത്തെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ മാപ്പ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, മിലിറ്ററി മാപ്പ് അതായത് മിലിറ്ററി പർപ്പസ്, ഹിസ്റ്റോറിക്കൽ മാപ്പ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, അസ്ട്രോണമിക്കൽ മാപ്പ് അതായത് പിന്നെ അസ്ട്രോണമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ബോഡീസിനെ കുറിച്ച് പഠിക്കണം. ലാൻഡ് യൂസ് മാപ്പ് എന്ന് പറയുന്നത് പിന്നെ അടുത്തത്. അങ്ങനെയുള്ള മാപ്പുകളെ കുറിച്ചാണ് നമ്മളിതിൽ പഠിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാപ്പിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് തീമാറ്റിക് മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് തീമാറ്റിക് അതായത് പ്രത്യേക തീംസ് ഒക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് തീമാറ്റിക് മാപ്പിലുണ്ടാകുന്നത്. അതായത് ഇന്ന കാര്യങ്ങൾ പർപ്പസിന് വേണ്ടിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ മാപ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ 2 ഫാക്ടേഴ്സ്, അതായത് ബേസ്ഡ് ഓൺ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിലും ബേസ്ഡ് ഓൺ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ജനറലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മാപ്പിനെ. ഒന്നാമത്തെ ബേസ്ഡ് ഓൺ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈഡ് ഇൻറ്റു, അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് എന്താണ്? ഫിസിക്കൽ മാപ്പും രണ്ടാമത്തത് കൾച്ചറൽ മാപ്പ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നാച്ചുറൽ റിസോഴ്സസ്. മറ്റേത് മാൻമെയ്ഡ് റിസോഴ്സസ് ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ കൾച്ചറൽ മാപ്പിൽ അതിൽ ഫിസിക്കൽ മാപ്പിൽ പറയുകയാണെങ്കിൽ ഫിസിയോഗ്രാഫി മാപ്പും ക്ലൈമാറ്റിക് മാപ്പെന്നും ക്ലൈമറ്റിനെ കുറിച്ചുള്ള മാപ്പുകളായിരിക്കും ഇതിലുണ്ടാകുന്നത്. പിന്നെ അടുത്ത് മാൻമെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ മാപ്പ്, ഇൻഡസ്ട്രിയൽ മാപ്പ്. അപ്പം തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ് കറക്റ്റ് എന്തായിട്ടാണ് കൊടുത്തേക്കുന്നതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. സോഷ്യൽ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ്, അതായത് ക്ലൈമറ്റ് മാപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ്, അസ്ട്രോണമിക്കൽ മാപ്പ്, പിന്നെ അതുപോലെ വെതർ മാപ്പ്, ഫിസിയോഗ്രാഫി മാപ്പ്, പിന്നെ അതായത് കൾച്ചറൽ മാപ്പ്, അതായത് മാൻമെയ്ഡ് റിസോഴ്സസ് ഇൻക്ലൂഡ് ചെയ്തതും. അതേപോലത്തെ എന്താണ് ഇതിലെന്താ പറഞ്ഞത്? നാച്ചുറൽ ഫീച്ചേഴ്സും മാൻമെയ്ഡും. അപ്പം കമ്പയർ ചെയ്തിട്ട് തന്നെ നോക്കി പോവുക. നമുക്ക് ഇപ്പം 2-3 എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഒരു ബോക്സ് ആക്കിയിട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കോളായിട്ട് മാറ്റാൻ സിമ്പിളാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബേസ്ഡ് ഓൺ നമ്മളെന്തായാലും നോക്കിയ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലും ബേസ്ഡ് ഓൺ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലും രണ്ടാമത്തെയാണ് ഇനി നോക്കാൻ പോണത്. അപ്പം ഒന്നാമത്തെയാണ് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യുന്നത്. മറ്റേ നമ്മൾ ഫിസിക്കലും കൾച്ചറലാക്കി. ഇപ്പോൾ സ്മോൾ സ്കെയിൽ മാപ്പും ലാർജ് സ്കെയിൽ മാപ്പ്. സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജർ ഏരിയാസിനെ കുറിച്ച് പഠിക്കുന്നത്. അറ്റ്ലസ് മാപ്പും വാൾ മാപ്പുമാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ളത് അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തിനെക്കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോണത്? ലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കും പഠിക്കാൻ പോണത്? സ്മോൾ ഏരിയാസ്. എക്സാമ്പിൾ കഡസ്ട്രൽ മാപ്പ്, ട്രോപ്പോഗ്രഫിക്കൽ മാപ്പുകളാണ് ഉള്ളത്. എക്സാമ്പിൾ ഓർത്ത് വെക്കണം. പിന്നെ എന്താണ് കഡസ്ട്രൽ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാൻഡിൻ്റെ ബൗണ്ടറി ആയിരിക്കാം, ഇത്ര അതിര്, അതായത് ഒരു ഭൂമിയുടെ ഇത്ര അതിരായിരിക്കാം. അതുപോലെ തന്നെ ആ ഓണർഷിപ്പ് ആർക്കായിരിക്കാം എന്നുള്ള ലാൻഡിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് മനസ്സിലാക്കാണ് കഡസ്ട്രൽ മാപ്പ് എന്ന് പറഞ്ഞത്. 1 വേർഡിനൊക്കെ ചിലപ്പോൾ ചോദിക്കും, 2 മാർക്കിനൊക്കെ ചോദിക്കും. എക്സാമ്പിൾ വില്ലേജ് മാപ്പ് ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ മാപ്പ് റീഡ് ചെയ്യാൻ വേണ്ടി കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്താണ് സ്കെയില്, ഡയറക്ഷൻ, സൈന്, സിമ്പിൾ. സിമ്പിൾസ് അത്രയാണല്ലോ. പിന്നെ മെയിനായിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. 3 മെത്തേഡ്സ് അതായത് 3 മെത്തേഡ്സ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് മെത്തേഡ് ടു ഷോ ദ സ്കെയിൽ ഇൻ മാപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ, ലീനിയർ
സ്കെയിൽ. അതിൽ ഒന്നാമത്തെ നോക്കാം നമുക്ക് എന്താണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഒരു സ്ഥലം അതായത് ഇത്രയും ദൂരത്തിൽ നമ്മൾ അളന്നെടുക്കുന്ന ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ നമ്മൾ കണക്കാക്കുന്നത്. രണ്ടാമത്തേണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡിസ്റ്റൻസ്, മാപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് കാണപ്പെടുന്നത്, കറസ്പോണ്ടിങ് ഗ്രൗണ്ട് ഡിസ്റ്റൻസിന്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് അവിടെ, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന്. ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഒരു സ്ഥലത്ത് അതായത് എത്ര ലീനിയറായിട്ട് എത്ര ചേഞ്ച് റിഡക്ഷൻ വരുന്നത്, എൻലാർജ്മെൻറ്റ് ഓഫ് ഓർ റിഡക്ഷൻ, അതായത് ലീനിയർ സ്കെയിൽ ഈസ് നോട്ട് ചേഞ്ച്, അതിനെയാണ് എന്ന് പറയുന്നത് ലീനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, അതായത് ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മാപ്പ് ഡിസ്റ്റൻസ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദ പ്രൊപ്പോർഷനേറ്റീവ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ഷോൺ ഇൻ ദ മാപ്പ് സ്കെയിൽ. അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആയിരുന്നു. സപ്പോസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ ടു ബി മാപ്പ് ഇൻ 5 സെൻറ്റിമീറ്റർ. ദെൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 10 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 50 കിലോമീറ്റർ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിലുള്ളത് കുറേ സൈനും സിമ്പലുണ്ട്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ റോഡിൻ്റെ അവിടെ പല സിമ്പൽ കാണാം. അങ്ങോട്ട് പോയാൽ ഹമ്പാണ്, അതുപോലെ അവിടെ റോഡാണ്, അതേപോലെ തന്നെ വേറെ റോഡ് പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, അങ്ങനെയുള്ള പല സിമ്പലും കാണാം. അതേപോലെ നമുക്ക് ഇതിലും മാപ്പിൽ അടയാളപ്പെടുത്താൻ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് 1 by 1 ഒക്കെ ചോദിക്കാം, ഗ്രീൻ കളർ ഏത് സൈനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷനെ കാണിക്കുന്നതാണ് സിമ്പൽ, അതായത് സൈനാണെന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ ഗ്രീൻ എന്ന്. യെല്ലോ ഫാം ലാൻഡിനെ, റെഡ് സെറ്റിൽമെൻറ്റ് വീടുകളെ കുറിച്ച്, അതായത് പിന്നെ ബ്ലാക്ക് കളർ റെയിൽവേ ലൈന്, ബ്ലൂ വാട്ടർ ബോഡീസ്, ബ്രൗൺ കളർ റോക്ക് ഔട്ട്ക്രോപ്സ്, അതായത് ഹില്ലിനെ കുറിച്ച് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെ കുറേ സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്, PO എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്, അങ്ങനെ കുറേ സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റീഡിംഗ് മാപ്പിലൂടെ പഠിക്കുന്നത്. അപ്പോൾ റീഡിംഗ് മാപ്പ് നമുക്കറിയാം, സിമ്പിളായിട്ട് തന്നെ എന്താണുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.